ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദോ. ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ. അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ, ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക. ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാഴവും പറഞ്ഞ കൊള്ളവർഷം 1200 ആണ്ട് മീനമാസം 30-ന്, അതായത് 13/4/2025 രാത്രി 3:21 ചോദ്യ നക്ഷത്രം 1-ാം പാദത്തില് നമ്മുടെ രവിസംഗമം അല്ലെങ്കിൽ മേട രവിസംഗമം അല്ലെങ്കിൽ വിഷു സംഗമം എന്ന് പറയാം. ഓക്കെ, തുലാംകൂറിലായിരുന്നു അല്ലെ. തുലാംകൂറിലെ ചോദ്യം 1-ാം പാദത്തിലാണ് നമുക്ക് ഈ തവണ എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത്. അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെങ്കിൽ വിഷു തൊട്ട് ഒരു വർഷത്തേക്ക് ഈ 1200 എന്താണ് മേടം 1 മുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത്, എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്നെ ഒരു തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൂല നക്ഷത്രം അല്ലെ. മൂല നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ ഫലങ്ങൾ നിറഞ്ഞ ഒരു വർഷമായിരിക്കും കേട്ടോ ഈ ടൈം എന്ന് പറയുന്ന മൂല നക്ഷത്രക്കാർക്ക്. നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് സാമ്പത്തിക സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉന്നതി പദവിയിലുള്ളവർക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വരാനോ അല്ല വിദേശ യാത്രയ്ക്ക് വിദേശ ജോലിയിലേക്ക് മാറാനൊക്കെ സാധ്യത കാണുന്ന സമയമാണ്. പുതിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കുന്ന സമയമാണ്. പ്രൊഫഷണൽ ലൈഫിലൊക്കെ നിൽക്കുന്നവർക്ക് ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. സ്ഥിര വരുമാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള നല്ല അവസരങ്ങളൊക്കെ ലഭിക്കുന്ന ടൈമാണ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നേട്ടമൊക്കെ പറയാൻ സമയമാണ്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരും. ലാഭപ്രദമായി തോന്നുന്ന ചില ഇടപാടുകളിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മുൻകൈയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് മുൻകരുതലോടെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി ലൈഫ്, കുടുംബജീവിതം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ രസകരമായി മുന്നോട്ട് പോകുന്ന സമയമായിരിക്കും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിയുമായി ആശയവിനിമയം നടത്തുമ്പം ശ്രദ്ധിച്ച് ആശയവിനിമയം നടക്കുക. അത് വലിയ വാക്കുവാദങ്ങളിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ സംസാരിച്ചത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വരാതിരിക്കാതിരിക്കുക കേട്ടോ. ഭൂമി വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമായ വർഷമാണ്. കുടുംബത്തിലെ ഇളയ ആളുകളിലോ അല്ലെങ്കിൽ ഇളയ സഹോദരങ്ങൾക്കോ നമുക്ക് പങ്കാളിക്കൊക്കെ സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എക്സാമിനൊക്കെ മികച്ച വിജയം പ്രതീക്ഷിക്കാം. ഉയർന്ന വിദ്യാഭ്യാസത്തിന് വിദേശവാസമൊക്കെ നോക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. പഠനത്തിന് കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് അനുകൂലമായ ജീവിത വിജയങ്ങള്, പരീക്ഷ വിജയങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ആരോഗ്യ സംബന്ധമായി നോക്കിയാൽ മനസ്സിലുള്ള അനാവശ്യമായ ഭയങ്ങളൊക്കെ ഒഴിവാക്കുക. തലവേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒത്തിരി സുഖത്തിന് പുറകെ പോവാതെ കുറച്ച് ആരോഗ്യപ്രധാനമായ ഭക്ഷണങ്ങളും ജീവിതശൈലിയൊക്കെ പ്രദാനം ചെയ്തെങ്കിൽ കുറച്ചുകൂടി നല്ലതെന്ന് പറയാം. വയറ് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ സാധ്യത പറയാം. ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ ആ പരിഹാരങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്ന പരശ്രേഷ്ഠകരമായ നല്ല കാര്യമാണ്. ചൊവ്വാഴ്ച ദിവസം ഗണപതി ഹോമം ഒക്കെ നടത്തുന്നത് നല്ലതാണ്. അത് മാസത്തിൽ 1 ഗണപതി ഹോമം വീട്ടിലും ബാക്കി നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ബുധനാഴ്ച ദിവസം ദുർഗാക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. രോഹിണി നക്ഷത്രം വരുന്ന ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന നിത്യേനയും ജപിക്കുന്നത് നല്ലതാണ്. ഞാൻ നിത്യേനെ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ രോഹിണി നക്ഷത്രം വരുന്ന ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. അന്നദാനം മാസത്തിൽ 1 നടത്തുന്നത് പരശ്രേഷ്ഠകരമായ കാര്യമാണ് കേട്ടോ. ഇവിടെ അന്നദാനം നടത്തുമ്പം എന്ത് ചെയ്യണം? മനസ്സന്തോഷത്തോടെ ചെയ്യുക. മാസത്തിൽ 1 ചെയ്യുക. കൂടുതൽ നടത്തിയ എന്ത് കൊടുത്തു ദോഷമില്ല. കൂടുതൽ നടത്താൻ പറ്റുന്നവർക്ക് കൂടുതൽ നടത്താം. അതല്ലെങ്കിൽ നമുക്ക് മാസത്തിൽ 1 നടത്തുക കേട്ടോ. ക്ഷേത്ര ദർശനം നടക്കുമ്പോൾ നമുക്ക് യഥാശക്തി നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള വഴിപാടുകൾ ക്ഷേത്രത്തോടെ ഒരു പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഒരു എണ്ണ അല്ലെങ്കിൽ പുഷ്പം സമർപ്പിക്കുക, എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന. അതുപോലെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇന്ന വഴിപാട് നടത്തിയാലോ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ കൈ പൈസ ഉണ്ടെങ്കിൽ നടത്തുക, അല്ലെങ്കിൽ അടുത്താണ് ചെല്ലുമ്പോൾ നടത്തുക കേട്ടോ. പിന്നെ ഈ വഴിപാടൊക്കെ മുടങ്ങിപ്പോയ എന്തെങ്കിലും ദോഷമുണ്ടോ? അങ്ങനെ ഒന്നും ഭയപ്പെടേണ്ട. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ വഴിപാട് നടത്തുന്നത് എന്തിനാ? പരിഹാര കർമ്മം ചെയ്യുന്നതാ. നമുക്കുള്ള ദോഷങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയല്ലേ. അപ്പം അത് ചെയ്താൽ ആ ദോഷങ്ങൾ കുറയും. അപ്പൊ അതിനാൽ ഉള്ള ഗുണഫലങ്ങൾ കിട്ടും. ചെയ്തില്ലെങ്കിൽ ആ ദോഷഫലങ്ങൾ നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ. സോ തടസ്സപ്പെട്ടു കൊടുത്ത് ദുഃഖിക്കൊന്നും വേണ്ട.
പിന്നെ വിഷ്ണു സഹസ്രനാമം ഇപ്പൊ രോഹിണി നക്ഷത്രം വരുന്ന ദിവസം നമുക്ക് എന്താണ് സ്ത്രീകളെ സംബന്ധിച്ചോ മാസമുറ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും കാരണം ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുക കേട്ടോ. നമുക്ക് നിത്യേന ജപിക്കുന്നതൊക്കെ നിത്യേന ജപിച്ചോണ്ടിരിക്കുന്നത് നിർത്തിയിട്ട് ഇനി രോഹിണി നക്ഷത്രം വരുന്ന ദിവസം നമുക്ക് ജപിക്കാൻ നിൽക്കണ്ട. നിത്യേന ജപിക്കുന്നവർ നിത്യേന ജപിച്ചു അവർക്ക് അതിന്റെ ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും കേട്ടോ. അതുപോലെ അന്നദാനമൊക്കെ നടത്തുമ്പോൾ നമ്മൾ പൈസ ഓർത്ത് അല്ലെങ്കിൽ ഇത്രയും പൈസ ആവില്ല എന്ന് ചിന്ത വേണ്ട. അതുകൊണ്ടാണ് നമ്മളാൽ പറ്റുന്ന രീതിയിൽ മാത്രം വഴിപാടുകൾ ചെയ്യുക. ഓക്കെ, അത് നമ്മൾ പൈസ ഓർത്ത ഇത്രയും പൈസ ആവില്ലോ എന്ന് ചിന്ത വേണ്ട. വഴിപാടുകൾ എന്ത് കാര്യം ചെയ്യാം, പൈസ റിലേറ്റഡ് കാര്യം സന്തോഷത്തോടെ ചെലവാക്കിയാൽ മാത്രമേ തിരിച്ച് ഹാപ്പിയായിട്ട് തിരിച്ചു വരുള്ളൂ കേട്ടോ. ഹാപ്പിയായിട്ടിരിക്കുക, സൽക്കർമ്മങ്ങളും സൽചിന്തയും സൽപ്രവൃത്തിയുടെ ഈശ്വര വിശ്വാസത്തോടെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവാ കേട്ടോ. ഇത്രയൊക്കെയാണ് വിഷുഫലം എന്ന് പറയുന്നത്. നമ്മുടെ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ താരെ പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ അതിൽ ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേരും നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക. കാരണം അറിയാലോ, നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുന്ന ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന്റെ ഇരട്ടി പവർ കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ ഇരട്ടി ഒരു പവറായിരിക്കും. ഈശ്വരനിലേക്ക് പെട്ടെന്ന് അത് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു. അപ്പൊ ഈ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം, കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികം. കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും. ദോഷഫലങ്ങൾ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒക്കെ അത് നോർമലാണ്, നമ്മൾ ഹ്യൂമൻസ് ആണ്, ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവർ ആക്കല്ല, ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് എഫക്റ്റ് വരും. അപ്പം നമ്മൾ ഈ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട, ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പിടിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഷുഫലത്തിലെ പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെമീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലം നമ്മൾ 27 നക്ഷത്രഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക. അത് പൂർണ്ണമായിട്ടും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിൽ ഒന്നോ രണ്ടോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം എന്താണ്, ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോൾ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ വിഷുഫലം റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം, പരിഹാരങ്ങൾ കൂടെ വേണം. പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ്. കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല, പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ പരിഹാരങ്ങളും വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നലുണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായത്. സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെയ്യാൻ പറ്റും. അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന എന്നുവെച്ചാൽ ഒന്നും ചെയ്യാതെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് പറ്റുന്ന യഥാശക്തി എന്തെങ്കിലുമൊക്കെ വഴിപാടിച്ചു. കാരണം ഒരു ഈശ്വരാധീനം ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ. കാരണം അതുപോലെ തന്നെ ഈശ്വരൻ്റെ കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞത് ഞാൻ ഇത്രയും ഇതുണ്ട്, അമ്പലങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, മുടങ്ങാതെ എല്ലാ മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈശ്വരൻ്റെ കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെ സങ്കടത്തോടെ കൊടുക്കില്ല. നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ. കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്തികം നമുക്ക് തന്നതാരാ? ഈശ്വരനാണ്. അപ്പൊ നമ്മൾ അത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം കടയിൽ പോയി മേടിക്കുന്നു, അപ്പൊ അതിന് ഇത്രയും പൈസ ആവല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ വേണ്ടിക്കേണ്ട. പക്ഷെ പൈസ കൂടുതലാണല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യല്ലോ അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലെ. അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ്. അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ. കാരണം എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും. മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് വലിയ പ്രത്യേകിച്ച് കൊണ്ടല്ലോ, എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും. നമ്മൾ ശ്രദ്ധിച്ചറിയാം ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ്. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല, ഓക്കെ, ഇങ്ങനൊരു ടീം കൂടിയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന
ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബിൽ വന്നു കഴിയുമ്പോഴും അവിടെ ആ ഗ്രൂപ്പിലുണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ മാസവും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും. അത് എന്താണ്, അതുപോലെ തന്നെ മറ്റ് അനവധി വെബിനാർസ് ഉണ്ടാവും. നമ്മൾക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ, പവേഴ്സ് ക്ലബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല. പെയ്ഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷണൽ കാര്യങ്ങളിൽ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നോർമലി ഒരു കോൾ കണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട്. പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, പ്രത്യേക ഓഫർ കിട്ടും. 24 മണിക്കൂറുകൾക്ക്, 2 മണിക്കൂർ നേരത്തേക്ക്, അരമണിക്കൂറുകൾക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല. ഓക്കെ, അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകും. വെബിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. കൺസൾട്ടേഷൻ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചാൽ ഒരു ഫാമിലി പോലെയാണ്. അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ്. എന്നുവെച്ചാൽ കൊച്ചു കുട്ടികളിരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പം നമ്മൾ കുറച്ച് ഒരു 6 to 7 വെബിനാർസ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബിന്റെ ഭാഗമായിട്ട്. ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് നിർത്താൻ വേണ്ടി നിന്നാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ ആളുകൾ ജോയിൻ ചെയ്തപ്പോൾ അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം. നമ്മുടെ പവേഴ്സ് ക്ലബിൽ നിന്ന് കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചോദിച്ചാൽ മതി. അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക്, സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ റെഗുലേഷൻസും ഉണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക, അത്ര മാത്രം കേട്ടോ. അപ്പം ഈ ഒരു വിഷുകാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. ഓക്കെ, സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ ഈശ്വര അനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. അപ്പൊ നല്ല ഒരു വർഷമാവട്ടെ നമുക്ക് ഈ ഒരു വിഷുകാലം എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ.